ഹായ് അസ്സലാമു അലൈക്കും. ഹസീന പിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുരിങ്ങയില തോരൻ. പലർക്കും മുരിങ്ങയില തോരൻ വെച്ചാൽ അത് കയ്പ്പാണ്, ഇല്ലെങ്കിൽ കടിക്കാൻ പറ്റുന്നില്ല, കട്ടിയായിട്ടുണ്ട്, ഇങ്ങനെ പല പ്രശ്നങ്ങളുമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് കയ്പ്പൊന്നുമില്ലാതെ അടിപൊളിയായിട്ട് ഒരു മുരിങ്ങത്തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. മുഴുവനായും അതിന് വേണ്ട ട്രിക്കുകളും ടിപ്സുകളും എല്ലാം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചും കൂടെ എൻ്റെ വീട്ടിലുള്ള ചീര, ഇതുപോലെ മാസാണി ചീര, സാമ്പാർ ചീര. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ട, ഉണ്ടെങ്കിൽ നിങ്ങളെടുത്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു ചീര, ഇപ്പോൾ ഇതിപ്പോൾ എല്ലാം ഉണ്ടായതുകൊണ്ട് എല്ലാം ഓരോന്ന് എടുക്കുന്നുണ്ട്. പൊട്ടിക്കാനായതൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളവരാണെങ്കിൽ മുരിങ്ങയില വീട്ടിലുള്ളവർക്ക് ഇപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ചീരയൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. മൂക്കാത്ത തണ്ടാണെങ്കിൽ നമുക്ക് തണ്ടോട് കൂടി തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ മുരിങ്ങയില അതും ഊരി ക്ലീൻ ചെയ്യുക. ഇനി മുരിങ്ങയിലേക്ക് നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എന്തെങ്കിലും ഒരു ചീര നമ്മൾ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാവും, നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്കതൊന്ന് ക്ലീൻ ചെയ്യാം. ഇപ്പോൾ ഞാനിതാ മുരിങ്ങയില ഊരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചീര അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെണ്ണയാണുള്ളത് ആ എണ്ണ യൂസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ഇനി ഇത് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളി എത്ര ഇട്ടാലും ടേസ്റ്റാണ് കേട്ടോ. കൂടുതലായിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1 എടുത്തിട്ടുള്ളൂ. 2, 3 ഉള്ളിയൊക്കെ ഏത് കുക്കിങ്ങിനായാലും ഉപ്പേരികളിലൊക്കെ നിറയെ ഇട്ടാൽ നന്നായിട്ടുണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുന്നുണ്ട്. ഇനി വഴന്ന് വരുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് ഇത് കണ്ടോ, ഇപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ആദ്യം അരിഞ്ഞു വെച്ച ചീരയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് പകുതി കുക്കായതിന് ശേഷം നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. കാരണം മുരിങ്ങയില വേവ് അധികമായി പോയിട്ടുണ്ടെങ്കിൽ കയ്ക്കുമെന്നാണല്ലോ പറയുന്നത് സാധാരണ. അപ്പോൾ ആ കയ്പ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ ചീര ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ഹാഫ് കുക്കായതിന് ശേഷം മുരിങ്ങയില ഇതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ആ ചീരയിൽ വെള്ളത്തിൻ്റെ അംശം ധാരാളം ഉണ്ടാവും, മുരിങ്ങയില പോലെയല്ല. അപ്പോൾ ഇത് വേവാനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ചട്ടിയിലിട്ട് 1 മിനിറ്റ് മൂടി വെച്ചാൽ തന്നെ അതിൽ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഞാൻ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. സിമ്മിൽ വെച്ച് വേവിച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 1/4 മുറി നമ്മളെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് തേങ്ങ ഇടാം, ഇല്ലെങ്കിൽ 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത്
പിന്നെ ഒരു മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തുറന്ന് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. ചീരത്തോരനും നല്ല മാങ്ങ ചമ്മന്തിയും പിന്നെ മുട്ട വറുത്തതാണ് കേട്ടോ, പരിപ്പ് താളിച്ചതും തൈരും. അപ്പോൾ ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.